ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കേരള വാട്ടർ അതോറിറ്റി എന്ന തസ്തികയുടെ ആ ഒരു പോസ്റ്റിന്റെ സിലബസ് ഡിസ്കഷൻ ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 521/2023 ആണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കണ്ടന്റ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് സിലബസും അതിന് ഉതകുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ കേരള വാട്ടർ അതോറിറ്റി. ഇത്രയുമാണ്, ഒരു 8 മോഡ്യൂൾ കണ്ടന്റ് ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. അതിന്റെ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന മോഡ്യൂളിലെ മാർക്ക് ഡിവിഷൻ 12 മാർക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിന്റെ മാർക്ക് ഡിവിഷൻ വരുന്നത് 14 മാർക്സിനാണ്. പിന്നെ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി, അത് 12 മാർക്സിന്. ഫോർത്ത് മോഡ്യൂള് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ടു C++ ആൻഡ് ജാവ, 12 മാർക്സിന്. പിന്നെ ഫിഫ്ത്ത് മോഡ്യൂൾ ആയിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, 12 മാർക്സ്. അതുപോലെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്, 12 മാർക്സ്. പിന്നെ ഒരു മാർക്ക് ഡിവിഷൻ ഡിഫറൻസ് വരുന്നത് ഈ 7th മോഡ്യൂളിലാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ഡെപ്തിൽ കവർ ചെയ്യുക. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്, 14 മാർക്സ് ആണ്. പിന്നെ ഉള്ളത് ഡിജിറ്റൽ സെക്കൻഡ് മോഡ്യൂളിലായിരുന്നു ആ ഒരു മാർക്ക് ഡിവിഷന്റെ വെയിറ്റേജ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന മോഡ്യൂളാണ്. അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 12 മാർക്സ് ആണ്. സോ ഈ എൻ്റയർ 8 മോഡ്യൂൾസിന്റെ കണ്ടന്റ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് വരുമ്പോൾ നമ്മുടെ ടെസ്റ്റിന് മാർക്ക് 100 മാർക്സ് എന്നുള്ളതാണ് PSC സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഓരോ മോഡ്യൂളും ഇൻഡെപ്ത് എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മോഡ്യൂള് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പൊ ബിടെക്, MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഒരു ഗ്രാജുവേഷൻ ലെവലിൽ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് അപ്പൊ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു ബേസിക്സ് മാത്രമേ നമ്മുടെ ഈ ഒരു പോസ്റ്റിന്റെ സിലബസിൽ PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. അതിൽ ടോപ്പിക്സ് വരുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, വർക്ക് ടേബിൾസ്, ഓൾജിബ്ര ഓഫ് പ്രപ്പോസിഷൻസ്, ലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് പ്രപ്പോസിഷണൽ ലോജിക് ആണ് ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് സെറ്റിന്റെ ഓപ്പറേഷൻസ്, അതുപോലെ അതിന്റെ ബൈനറി റിലേഷൻസ്, പാർഷ്യൽ ഓർഡേഴ്സ് മുതലായിട്ടുള്ള ടോപ്പിക്സ് ആണ് രണ്ടാമത് വരുന്നത്. അതായത് ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ പോർഷനിൽ പിന്നെ സെറ്റ് തിയറി ആൻഡ് കൺസെപ്റ്റ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. നമുക്കറിയാം പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിയറട്ടിക്കലായിട്ട്, അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളതാണ്. K=K+1 അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ, അതായത് ബിറ്റ്വീൻ 1 and 100 അല്ലെ ബിറ്റ്വീൻ 1 and 1000 ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവൈസിബിൾ ബൈ 7 ഓർ ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവൈസിബിൾ ബൈ 11 എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് പിന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്. പിന്നെ വരുന്നത് പ്രോബബിലിറ്റി തിയറിയാണ്. പ്രോബബിലിറ്റി തിയറിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. സാമ്പിൾ സ്പേസസ്, ഇവന്റ്സ്, പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിക്ക് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് ഇവന്റ്സ്. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈയിടെയായിട്ട് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബയേഴ്സ് തിയറം. ബയേഴ്സ് തിയറത്തിനകത്ത് നമുക്കറിയാം അതായത് ഇന്റർസെക്ഷൻ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബയേഴ്സ് തിയറത്തിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് വരുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു ഫോർമുല അല്ല നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ലീനിയർ കോറിലേഷൻ എന്നൊരു ഏരിയ ആണ്, ML, അതായത് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളാണ് ഈ ഒരു മോഡ്യൂളിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നോൺ ലീനിയർ റിഗ്രഷൻ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ദെൻ ലാസ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് തിയറി ഓഫ് സാമ്പിളിംഗ് ആൻഡ് പോപ്പുലേഷൻ. സോ ഇത്രയും സബ് ടോപ്പിക്കുകളാണ് നമുക്ക്
ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. ഓർത്തിരിക്കുക, 12 മാർക്സിനാണ് ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ ഈ ഒരു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു സെക്കൻഡ് മോഡ്യൂൾ. അതിലെ മാർഗദർശൻ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇച്ചിരി വെയിറ്റേജ് കൂടുതലുള്ള ഒരു മോഡ്യൂളാണ് ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതില് ഡിജിറ്റൽ ലോജിക് ആൻഡ് മൈക്രോ പ്രോസസേഴ്സ് ആണ് ഫസ്റ്റ് വരുന്ന ടോപ്പിക്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ബൂലിയൻ എക്സ്പ്രഷൻസ്, സ്കീമാപ്സ്, TTL ആൻഡ് CMOS ലോജിക്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ നമ്പർ സിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇതൊന്ന് കവർ ചെയ്യേണ്ടതുണ്ട്. കാരണം എല്ലാ ഡിജിറ്റലിന്റെ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ സിലബസ് വൈസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും PSC നമ്പർ സിസ്റ്റമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഒരു ധാരണ ഉള്ളത് നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ, അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, അതുപോലെ തന്നെ കോമ്പിനേഷണൽ ലോജിക്കിന്റെ പിന്നെ വരുന്നതാണ് പാരലൽ ബൈനറി ആഡേഴ്സ് വരുന്നുണ്ട്, പിന്നെ കോഡ് കൺവേർട്ടേഴ്സ്, അതുപോലുള്ള കുറെ ടോപ്പിക്കുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സിങ്ക്രണസ് സീക്വൻഷ്യൽ സിസ്റ്റം ഡിസൈൻ, ശരിക്കും അതിന്റെ വർക്കിംഗ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ആ വാല്യൂസ് വരുന്നത് വെച്ചിട്ട് ഔട്ട്പുട്ട് പ്രൊഡിക്ട് ചെയ്യാനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് തന്നാൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും എല്ലാം ആ ഒരു കൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ ബേസിൽ നമുക്കത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ബൂലിയൻ എക്സ്പ്രഷനകത്ത് SOP, POS പോലെയുള്ള ടോപ്പിക്കുകളും അതിന്റെ കൺവേർഷൻ, ഇപ്പൊ ഒരു മിൻ ടേം മാക്സ് ടേം ഒക്കെ തന്നു കഴിഞ്ഞിട്ട് നമ്മളോടൊരു കെമാപ്പിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വരുന്നതാണ് മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞ ടോപ്പിക്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് 8086ന്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കുക, നമ്പർ ഓഫ് ബിറ്റ്, അതുപോലെ എത്ര ഇൻസ്ട്രക്ഷൻ ആണ്, ഓരോ കമ്പോണന്റും എത്ര ബിറ്റ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അഡ്രസ് ബസ്, കൺട്രോൾ ബസ് മുതലായിട്ടുള്ളത് ഏത് ഡയറക്ഷനും 5 ഡയറക്ഷനിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് ഡാറ്റ ട്രാൻസ്ഫർ സ്കീംസ് ആണ്. ഡാറ്റ ട്രാൻസ്ഫർ സ്കീംസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് DMA ആണ്, ഡയറക്റ്റ് മെമ്മറി ട്രാൻസ്ഫർ. അത് നമ്മൾ ഇതിലും പഠിക്കുന്നുണ്ട്. അപ്പൊ മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോഴും അത് ഇൻഡെപ്തിൽ ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വരുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർഫേസസ് ഏതൊക്കെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസസുകൾ. പിന്നെ അതിനോടൊപ്പം വരുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്. ഇതും എക്സാമ്പിൾ തന്നിട്ട് ഏത് അഡ്രസ്സിംഗ് മോഡാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു സബ് മോഡ്യൂൾ ആയിട്ട് വരുന്ന സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. അതിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും സ്പെസിഫിക് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്. പിന്നെ രജിസ്റ്റേഴ്സ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഏതൊക്കെയാണ്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡേറ്റ രജിസ്റ്റർ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. വ്യക്തമായിട്ട് ഇത് ഏത് രജിസ്റ്റർ ആണ്, ഇത് എവിടെയാണ്, ഈ ഏത് കമ്പോണന്റിനകത്താണ്, അതല്ലെങ്കിൽ ഏതിനകത്താണ് ഇത് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മളോട് ഇതൊരു ഓപ്ഷൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് കൺസെപ്റ്റ് ആയിരിക്കും. ഈ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഏത് രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷനിൽ നമ്മൾക്ക് ഇത്രയും രജിസ്റ്റേഴ്സിന്റെ നെയിംസ് കാണുമ്പോൾ നമുക്കത് കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ അതിന്റെ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് പ്രോസസർ അഡ്രസ്സിംഗ് ആൻഡ് ബസ് ഓർഗനൈസേഷൻ. ബസ് ഓർഗനൈസേഷനകത്ത് നമുക്ക് സീരിയൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ പൈപ്പ് ലൈനിങ് ആ ഒരു കൺസെപ്റ്റും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ അത് ഇൻ ഡെപ്തിൽ തന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് കവർ ചെയ്യും. പിന്നെ വരുന്നത് മെമ്മറി ഓർഗനൈസേഷൻ ആണ്. മെമ്മറി ഓർഗനൈസേഷനകത്ത് തന്നെ കാഷെ കോഹറൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ മെമ്മറി ഓർഗനൈസേഷനിൽ വരുന്ന മെമ്മറി ഹൈറാർക്കി വരും, അതുപോലെ തന്നെ പ്രൈമറി സെക്കൻഡറി മെമ്മറി, വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി, പിന്നെ ഏതൊക്കെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി ഏതൊക്കെയാണ്, അതിന്റെ റീപ്രോഗ്രാം ചെയ്യുന്ന ഏതൊക്കെ മെമ്മറിയാണ് അതെല്ലാം ഈ ഒരു സബ് പാർട്ടിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം
കോർ കൺസെപ്റ്റ് ആണ്, കോർ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ. പക്ഷെ ഇവിടെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ടോപ്പിക് മാത്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കവർ ചെയ്താൽ മതി. അതിൽ CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? CPU ഷെഡ്യൂളിങ്ങിനകത്ത് ആൽഗോരിതംസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതുപോലെ തന്നെ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഇതൊക്കെ ഏതാണ് മിനിമം ടൈം എടുത്തിട്ട് അൽഗോരിതം എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ടേബിൾ തന്നു കഴിഞ്ഞാൽ ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ടൈം കണ്ടുപിടിക്കാൻ എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ. അപ്പൊ അത് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ വരുന്ന ഡെഡ് ലോക്ക് സ്കീംസ് ആണ്. ഡെഡ് ലോക്കിനകത്ത് ഡെഡ് ലോക്ക് അവോയ്ഡൻസും ഉണ്ട്, ഡെഡ് ലോക്ക് ഡിറ്റക്ഷനും ഉണ്ട്. അത് ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ഏതെങ്കിലും 4 നമുക്ക് തരും, അതിന്റെ ഓപ്ഷൻസ് മാറ്റിയായിരിക്കും തരുന്നത്. സോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത് പഠിച്ചിരിക്കും. പിന്നെ മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റംസ്, അത് ഓൾറെഡി പറഞ്ഞു. മെമ്മറി മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, പേജിങ്, അതുപോലെ തന്നെ ഉള്ള കൺസെപ്റ്റുകൾ അതിൽ നോക്കിയിരിക്കുക. പിന്നെ ഡിസ്ക് ഷെഡ്യൂളിംഗ് ആണ്. പിന്നെ പ്രോസസർ ത്രെഡ്, ലൈഫ് സൈക്കിൾ ഓഫ് ത്രെഡ്, അതിന്റെ സിങ്ക്രണൈസേഷൻ. പിന്നെ വരുന്ന ഒരു സബ് പാർട്ട് എന്ന് പറയുന്നത് റിയൽ ടൈം വോയിസ് ആണ്. ഒരു ടൈം ബേസ്ഡ് ആയിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് റിയൽ ടൈം വോയിസ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ആൻഡ് ടാസ്ക് ഷെഡ്യൂളിംഗ്. ക്ലോക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ടൈം ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് വരുന്ന ഓരോ ഡിഫറൻസും കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സിസ്റ്റം ഇനിഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബൂട്ടിംഗ് ചെയ്യുമ്പോഴുള്ളത്, യൂസർ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ബൂട്ടിങ്ങിന് ഏതൊക്കെ മെമ്മറി കമ്പോണന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ മെത്തേഡ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഇൻക്രിമെന്റൽ ബാക്കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിഫറൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാക്കപ്പ് മെത്തേഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ഷെൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. ലിനക്സിന്റെ കമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് ബോൺ ഷെൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ ഓരോ കമാൻഡ് ഇതിനുള്ളതാണെന്ന് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ആ ഓരോ കൺസെപ്റ്റും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ആൻസർ വേഗം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് 12 മാർക്സ് ആണ്, 3 സബ്ജക്റ്റ് ആണ്. സോ ടൈം ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് തേർഡ് മോഡ്യൂളാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി. ഇതിൽ നമുക്ക് ഈസി ആയിട്ടുള്ള റെഗുലർ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ടോപ്പിക്സ് വരുന്നത് ട്രീ ട്രാവേഴ്സലാണ്. ട്രീ ട്രാവേഴ്സലിനകത്ത് ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ, പ്രീ ഓർഡർ ട്രാവേഴ്സൽസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിന്റെ അൽഗോരിതംസ് ആണ് ഷോർട്ടസ്റ്റ് പാത്ത്, മിനിമം സ്പാനിങ് ട്രീ. അപ്പം ഈ തന്നിരിക്കുന്നതിൽ സൈക്ലിക് ആയിട്ട് ഇപ്പൊ സ്പാനിങ് ട്രീ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് BFS ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏത് ഡാറ്റാ സ്ട്രക്ചർ ആണ്. DFS ആണെന്നുണ്ടെങ്കിൽ ക്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ DFS ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്റ്റാക്ക് ആണ്. BFS മീൻസ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, DFS മീൻസ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഇതൊരു ക്വസ്റ്റ്യൻ റെഗുലർ ആയിട്ട് കാണാറുള്ളതാണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബേസിക് ഓപ്പറേഷൻസ്, സ്റ്റാക്ക്, എല്ലാത്തിന്റെയും പുഷ് ഓഫ് ഓപ്പറേഷനിൽ വരുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ക്യൂ, പ്രയോറിറ്റി ക്യൂ, ഹാഷിംഗ് മുതലായിട്ടുള്ളത്. പിന്നെ വരുന്നത് സോർട്ടിംഗ് അൽഗോരിതംസ് ആണ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോർട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട് മുതലായിട്ടുള്ള സോർട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഇതിന്റെ എല്ലാം കോംപ്ലക്സിറ്റീസ്, അതിന്റെ ഈയിടെയായിട്ട് ചോദിച്ച് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലക്സിറ്റീസ് ആണ്. അതിന്റെ ബെസ്റ്റ് കേസിലെ നൊട്ടേഷൻസ് ഏതൊക്കെയാണ്, വേർസ്റ്റ് കേസിലെ നൊട്ടേഷൻസ് ഏതൊക്കെയാണ്, പിന്നെ വരുന്നത് ആവറേജ് കേസിലെ നൊട്ടേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ കോംപ്ലക്സിറ്റി വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറ്. സോ ഈ ഒരു ഡാറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റ് കവർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ബേസിക് എന്ന് പറയുന്നത് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പോണൻസ് ആണ്. ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പുകൾ, ഫംഗ്ഷൻസിന്റെ സീക്വൻസ്, പിന്നെ വരുന്ന ഡാറ്റ ടൈപ്പുകൾ, അറേസ്, സ്ട്രിങ്, സ്ട്രക്ചേഴ്സ്, പോയിന്റേഴ്സ്. ഇപ്പൊ ഈ പോയിന്റേഴ്സിനകത്തൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്, അതൊരു സ്ട്രക്ചർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒരു കോഡ് വൈസ് ആയിരിക്കും നമുക്ക് തരുന്നത്. സോ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെ കാണുമ്പോൾ എന്താണ് ആ ഒരു കോഡിനകത്ത് എന്താണ് അതിന്റെ വർക്കിംഗ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ് ആയിട്ടും ഇതിന്റെ കോർ കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ സബ്ജക്റ്റിൽ നിന്ന് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് കോഡായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ആ കോഡിൽ നിന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പം റിസൾട്ട് എന്താണെന്ന് അസ്യൂം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഡ് എറർ ആണോ അല്ലെങ്കിൽ കമ്പൈൽ ടൈം എറർ ആണോ എന്നൊക്കെ ഉള്ളത് ഓപ്ഷനിൽ കാണും. അപ്പം ആ കോഡ് വർക്കിംഗ് ആയിരുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഈ ഒരു രണ്ട് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് 12 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക, കാരണം രണ്ടും കോറായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. പിന്നെ വരുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ആൻഡ് ജാവ. വീണ്ടും പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സോ അതില് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇതെല്ലാം കൺസെപ്റ്റുകളാണ്, CPP കൺസെപ്റ്റുകളാണ്. അതിനകത്ത് എന്ത് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റ് ആണ് അതിൽ വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇൻഹെറിറ്റൻസ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് വരുമ്പോഴുള്ള ഡിഫറൻസ്, പിന്നെ പോളിമോർഫിസം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ കുറെ ക്ലാസസിന്റെ കാര്യങ്ങളാണ്, ജനറിക് ക്ലാസ്സസ്, അതുപോലെ തന്നെ ജാവ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ റാപ്പർ ക്ലാസ്സസ് വരുന്നുണ്ട്, അതിന്റെ പർപ്പസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാം ജാവയിൽ എല്ലാ കോഡും നമ്മൾ ബൈറ്റ് കോഡ്സ് ആയിട്ടാണ്, ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ബൈറ്റ് കോഡ്സ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ജാവയുടെ ക്ലാസ്സസ് ആണ്. മൾട്ടി ത്രെഡിങ് ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൽ യൂസ് ചെയ്യുന്ന വെക്ടർ, അതിന്റെ ഇമ്പോർട്ടൻസ്, സ്റ്റാക്ക് എന്തിനാണ്, പിന്നെ സ്ട്രീം ടോക്കണൈസർ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ക്ലാസ്സസ് ഏതൊക്കെയാണ്, GUI ക്ലാസ്സസ്, ജാവ IO ക്ലാസ്സസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇവിടെ ജാവ, അതുപോലെ ആപ്ലെറ്റ് ക്ലാസ്, ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ആപ്ലെറ്റ്, അതിന്റെ പർപ്പസ്, ഓരോ സ്റ്റേജിന്റെയും പർപ്പസ്, അതിന്റെ ആർക്കിടെക്ചർ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. 12 മാർക്സ് ബേസ്ഡ് ആണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്ന ഇത്രയും ടോപ്പിക്സ്. പിന്നെ വരുന്നത് സിംഗിൾ മോഡ്യൂൾ ആയിട്ടുള്ള 5th മോഡ്യൂൾ ആണ്. അതിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്കറിയാം ഈ ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് ഇൻഡെപ്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ട് പറയേണ്ടത് കീസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്, പ്രൈമറി കീ, ഫോറിൻ കീ, അതുപോലെ തന്നെ സൂപ്പർ കീ ഉണ്ട്. പിന്നെ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. അതുപോലെ തന്നെ നോർമലൈസേഷൻ കൺസെപ്റ്റ് വരുന്നുണ്ട്. ഒരു നോർമൽ ഫോമിൽ നിന്ന് വേറൊരു നോർമൽ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുന്ന റിഡൻഡൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ നോർമൽ ഫോമിന്റെയും കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക, എന്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ നോർമൽ ഫോം യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നോട്ട് ചെയ്യും. പിന്നെ വരുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. അത് നമുക്കറിയാം, പിന്നെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്, മിന്ന, മാക്സ്, കൗണ്ട്, ആവറേജ്, എക്സെട്ര. പിന്നെ നെസ്റ്റഡ് സബ് ക്വറീസ്, ഇതിന്റെ എല്ലാം തന്നെ നെസ്റ്റഡ് ആയിട്ടുള്ള സബ് ക്വറീസ് വരും. അതുപോലെ വ്യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ്, യൂസർ ലെവൽ വ്യൂസ് അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഹൈ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആർക്കൊക്കെയാണ് താഴോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ജോയിന്റ് ആയിട്ടുള്ള റിലേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്. നാച്ചുറൽ ജോയിൻ, ഔട്ടർ ജോയിൻ, ഇന്റർ ജോയിൻ, ലെഫ്റ്റ്. നമുക്കൊരു ടേബിൾ തന്നിട്ട് ആ ടേബിളിനകത്തുനിന്ന് ഇന്നർ ജോയിനും ഔട്ടർ ജോയിനും വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിലായിരിക്കും നമ്മളോട് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അവരൊരു ടേബിൾ തരും, അതിനകത്തുനിന്ന് നാച്ചുറൽ ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ഔട്ടർ ജോയിൻ എടുത്തു കഴിയുമ്പോൾ എത്ര നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ് നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ആ ഒരു ടേബിൾ വരുമ്പോൾ എല്ലാ ജോയിൻ കൺസെപ്റ്റുകളും കൂടെ വരുമ്പോൾ നമ്മളത് കൺഫ്യൂസ്ഡ് ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ വ്യക്തമായിട്ട് തന്നെ ഓരോ ജോയിനും അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ എക്സ്പാൻഷൻ തന്നെയാണ്. ആസിഡ് പ്രോപ്പർട്ടീസ്, ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഇന്റഗ്രിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി, ആ ഒരു 4 എക്സ്പാൻഷൻ വരുന്നത് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസിലായിരിക്കും ഓപ്ഷൻസിൽ അവൈലബിൾ ആകുന്നത്. അപ്പൊ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയത് നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊന്ന് നോട്ട് ചെയ്യാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് കൺകറൻസി, കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെ ട്രിഗേഴ്സ്, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്, അതായത് PLSQL പ്രോഗ്രാംസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ആ പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ജസ്റ്റ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നിന്ന് നോക്കേണ്ടത്
മോഡലും നോർമലൈസേഷൻ, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, പിന്നെ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസും, അതുപോലെ ജോയിൻ റിലേഷൻ, ഏതൊക്കെ ജോയിൻ ഉണ്ട് അതിന്റെ ഔട്ട്പുട്ട് വരുന്നതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, 12 മാർക്സിനാണ് നമുക്ക് ഇത് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്. നമുക്കറിയാം ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ഓരോ സെർവറും ക്ലയന്റും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ മോഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ വെബ് പ്രോഗ്രാമിംഗ് ആണ്, അതായത് ക്ലയന്റ് ആൻഡ് സെർവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ അലോട്ട് ചെയ്തെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു സെർവർ ബേസ്ഡ് ആയിട്ട് ക്ലയന്റിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കുക, HTML ആൻഡ് XML ബേസിസ്, അതുപോലെ തന്നെ സ്റ്റൈൽ ഷീറ്റ്, എക്സ്റ്റേണൽ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്, അതിന്റെ ആ ഒരു കീവേഡ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്യുക. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരുന്നതാണ് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്. ഇതിന്റെ ബേസിക്കുകൾ കവർ ചെയ്യുക. ജാവ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് കുറേ സബ് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സബ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓരോന്നും എടുക്കുമ്പോൾ ചിലപ്പോൾ സ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് ഫസ്റ്റ് ഇങ്ങനെയാണ് കൗണ്ട് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വേർഡ് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് സ്ലൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാണ് വേർഡുകൾ എടുക്കുന്നതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് അതിൽ സെലക്ട് ആവുന്നതെന്നും ഒക്കെ ഉള്ളത് കുറേ ഫംഗ്ഷൻസ് ഇതിൽ പഠിക്കാനുണ്ട് ജാവ സ്ക്രിപ്റ്റിൽ. അതുപോലെ VB സ്ക്രിപ്റ്റിലും ഏറ്റവും ബേസിക് ആയിട്ട്, VB സ്ക്രിപ്റ്റ് ഇൻഡെപ്തിലൊന്നും കേസ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാൽ പോലും അതിന്റെ ബേസിക്കുകളും യൂസ് ചെയ്യുന്ന കീവേഡുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് PHP റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ എടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എക്കോ. അതുപോലെ തന്നെ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന $സൈൻ വെച്ചിട്ടാണ്. മുതലായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇൻഡെപ്തിൽ പോകണമെന്നില്ല, പക്ഷെ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ ഡിസൈൻ ബേസ്ഡ് ആയിട്ട് വരുന്ന 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അജാക്സും സിഗ്നലാറും. അത് സെർവറിൽ ക്ലയന്റിൽ എങ്ങനെയാണ് ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വെബ് പേജിലോട്ട് എങ്ങനെ ഡേറ്റ അപ്ലോഡ് ചെയ്യും, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അജാക്സ് ആൻഡ് സിഗ്നലാർ. സോ ഈ ഒരു ഷോർട്ട് മോഡ്യൂളിൽ നിന്ന് നമുക്ക് 12 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മോഡ്യൂള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അതിൽ നമ്മൾ 14 മാർക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ മോഡ്യൂളും തന്നെ 12 മാർക്സിനാണ്. ഇൻ ഡെപ്തിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും നമുക്ക് തീരില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മസ്റ്റ് ആയിട്ടും TCP IP OSI ISO മോഡൽസിനകത്ത് ഓരോ ലെയറിലും വരുന്ന ഡേറ്റ, ഇപ്പൊ ഫിസിക്കൽ ലെയറിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്, നെറ്റ്വർക്ക് ലെയറിലാണെന്നുണ്ടെങ്കിൽ ഫ്രെയിംസ്, അതുപോലെ ഡേറ്റാ ലിങ്ക് ലെയറിലാണെന്നുണ്ടെങ്കിൽ ഫ്രെയിംസ്, നെറ്റ്വർക്ക് ലെയറിലാണെങ്കിൽ പാക്കറ്റ്സ്, അങ്ങനെ ഓരോ ലെയറിലും ഉള്ള ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് ഡീൽ ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഓരോ ലെയറിലുമുള്ള നെറ്റ്വർക്ക് ഡിവൈസുകൾ, ഫിസിക്കൽ ലെയറിലാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഏതൊക്കെ, അതുപോലെ ഫിസിക്കൽ മീഡിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്നത് മീഡിയ ആക്സസ് പ്രോട്ടോകോൾസ് ആണ്. അതിനകത്ത് CDMA, കൊളിഷൻ അവോയ്ഡൻസ്, അതുപോലെ കൊളിഷൻ ഡിറ്റക്ഷൻ അതും ഇൻക്ലൂഡഡ് ആയിട്ട് പഠിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വരുന്നത് ഈ ഓരോ പ്രോട്ടോകോൾസും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 802.3 അല്ലെങ്കിൽ 802. G എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ സബ്പാർട്ട് എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏത് പ്രോട്ടോകോൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നതാണ് IP പ്രോട്ടോകോൾ. അതിനകത്ത് റൂട്ടിംഗ് ആൻഡ് കൺജഷൻ പ്രോട്ടോകോൾസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് കൺജഷൻ പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് TCP UDP ആണ്. അതിൽ ഇമെയിൽ പ്രോട്ടോകോൾസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്കറിയാം SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, POP3 പ്രോട്ടോകോൾ, പിന്നെ IMAP പ്രോട്ടോകോൾ. ഇതെല്ലാം ഇമെയിലിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രോട്ടോകോൾ നമ്പറും അതിന്റെ പർപ്പസും, ആരാണത്, സെർവർ ആണോ ക്ലയന്റ് ആണോ അല്ലെങ്കിൽ ഫയൽ ബേസ്ഡ് ആണോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്നത് ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ഒരു ഏരിയ ആണ്. ക്രിപ്റ്റോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ഒരു ടോപ്പിക്സ് ഉണ്ട് ഇതിനകത്ത്. അതായത് സിമെട്രിക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ. അതിൽ പഠിച്ചിരിക്കേണ്ടത് പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ടൈമിൽ പബ്ലിക്
സിമെട്രിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെയാണ്, ഏത് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ റിസീവർ സൈഡിൽ ഏത് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് മുതലായിട്ടുള്ള കൺസെപ്റ്റ് ഇതിൽ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ എൻക്രിപ്ഷൻ മെത്തേഡ്സ് അൽഗോരിതംസ് ആണ് DES, AES, ഐഡിയ, അതുപോലെ RSA അൽഗോരിതംസ്. ഇതിന്റെ ഓരോ ലെവലിലും യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് കീസും കൂടെ നോട്ട് ചെയ്യുക. നമ്പർ ഓഫ് കീസ് നോട്ട് ചെയ്യുക. അതിനകത്ത് പ്രോബ്ലംസ് ചോദിച്ചു വരാറുണ്ട്. ആ പ്രോബ്ലത്തിന്റെ ഏതെങ്കിലും ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് തരും. അതിന്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് കെർബറോസ് എന്ന നെറ്റ്വർക്ക് പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പർപ്പസ് നോട്ട് ചെയ്യുക. പിന്നെ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. നമുക്ക് നെറ്റിനൊക്കെ കാണാറുണ്ട് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് ഒക്കെ തന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും HTTP പ്രോട്ടോകോൾ അല്ലെങ്കിൽ UDP പ്രോട്ടോകോൾസ് കൊടുത്തിരിക്കുക. അതിന്റെ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഓപ്ഷനിൽ HTTP എന്നുള്ളത് കാണും. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ലെയറിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് SSH തന്നിട്ട് റൈറ്റ് സൈഡിൽ ചിലപ്പം സോക്കറ്റ് ലെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് കാണാറുണ്ട്. പിന്നെ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ, അതിൽ പിന്നെ വരുന്നത് കോർബ എന്നുള്ള ഒരു പ്രോട്ടോകോൾസിനെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. SOAP, UDDI മുതലായിട്ടുള്ള ഇന്റർഫേസിന്റെ ഒക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇൻഡെപ്തിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ ടൈം എടുത്ത് തന്നെ വേണം ഈ മോഡ്യൂൾ കവർ ചെയ്യാനായിട്ട്. ലാസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ 12 മാർക്സ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് ഇതിനകത്തൊന്നും നമുക്ക് പഠിക്കാനുള്ള വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. സിസ്റ്റം മോഡലിംഗ് പഠിക്കുക. അതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത് ലൈഫ് സൈക്കിൾ മോഡൽസ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ച് കാണുന്നത് സ്പൈറൽ മോഡല്, വാട്ടർഫോൾ മോഡൽ, ബാക്കിയുള്ള മോഡൽസും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ വരുന്നത് അജൈൽ മോഡൽ. അജൈൽ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, SRS ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ്, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ വാലിഡേഷൻ മാനേജ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം മോഡൽസ്, കോണ്ടെക്സ്റ്റ് മോഡൽസ്, ബിഹേവിയർ മോഡൽസ് മുതലായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട്. ആ ഓരോ മോഡൽസിനകത്തും യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ നൊട്ടേഷൻസും അതിന്റെ കീവേഡ്സും നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സോ പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റിംഗിന്റെ ഓരോ ഫേസും അതിന് യൂസ് ചെയ്യുന്ന ടൂൾസും ആ ഓരോ ലെവൽ ഓഫ് ടെസ്റ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ വൺസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഓർമ്മയിൽ ഇരിക്കുള്ളൂ. ഒരു തവണ വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമുക്ക് കവർ ചെയ്ത് മാർക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഷ്യൂരിറ്റിയും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ദിസ് മോഡ്യൂൾ നീഡ്സ് റിപ്പീറ്റഡ് റിവിഷൻ. ഓക്കെ, 12 മാർക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ റെഫറൻസസ് ആണ്. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ കൺസെപ്റ്റുകൾ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഒരു UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ബേസ്ഡ് PYQ ബുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റാബേസ് സിസ്റ്റം കൺസെപ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഫോമൽ ടെസ്റ്റ് ആണ് നമ്മുടെ സിൽവർ ഷാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് ഡേറ്റാബേസിനെ പറ്റിയിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതോടൊപ്പം തന്നെ ഇൻ ഡെപ്തിൽ കവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അതിന്റെ ബേസിക് മുതൽ ഏറ്റവും ബേസിക് മുതൽ കൺസെപ്റ്റുകൾ എന്താണെന്നും അതിന്റെ ഡേറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു സ്ഥലത്തോട്ട് പാസ് ചെയ്യുന്നതെന്നുള്ള കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കാൻ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ടാനിൻബോം എന്നുള്ളൊരു ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇവിടെ C കണ്ടു, C++, ജാവ, പിന്നെ ജാവ സ്ക്രിപ്റ്റ് കണ്ടു, അതുപോലെ തന്നെ PHP, VB സ്ക്രിപ്റ്റ്, പിന്നെ അജാക്സിന്റെ ഒന്നും സിൻടാക്സ് ഒന്നും അങ്ങനെ ഇങ്ങനെ ചോദിക്കത്തില്ല. പക്ഷെ അതിന്റെ പർപ്പസുകളും കാര്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഓരോന്നും വ്യക്തമായിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എങ്ങനെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ എന്ത് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്, എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണെന്നുള്ളതിന്റെ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W3 സ്കൂൾസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രോഗ്രാം കോഡ് വരികയും അതിന്റെ റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. സോ കുറച്ചും കൂടി ഈസിയാണ് നമുക്കത് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ.
പിന്നെ റെഫറൻസ് ആയിട്ട് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ബുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എഡിഷൻ ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. അപ്പം ആസ് പെർ റിക്വസ്റ്റ് നമ്മളിത് റീപ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം മസ്റ്റ് ആയിട്ടും ഈ ഒരു കോർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കും കൂടെയാണ് ഇത്. കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒക്കെ അബൌട്ട് 400 ക്വസ്റ്റ്യൻസ് ലിറ്ററലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബുക്കാണിത്. സോ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന. പിന്നെ നമ്മുടെ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. നമ്മൾ ഈ ഒരു കോർ കൺസെപ്റ്റുകളെല്ലാം ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിന്റെയും ബേസ് ചെയ്തിട്ടുള്ള ലെക്ചർ ടെസ്റ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റുകൾ കേട്ടപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ്സായി പോയെന്ന് മനസ്സിലാവുകയും എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കിട്ടുകയും ചെയ്യുന്നതാണ് ലെക്ചർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി. പിന്നെ വരുന്നത് വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ സർപ്രൈസ് ടെസ്റ്റുകളാണ്. പിന്നെ എല്ലാ പോസ്റ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ മിനിമം ഒരു മോക്ക് ടെസ്റ്റ് 10 മോക്ക് ടെസ്റ്റുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ആവേശത്തിന് പുറത്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പം കുറച്ചൊരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിലേയും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നമുക്ക് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മെന്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഓരോ ദിവസം പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് നമുക്കിപ്പോ ഒരു ലാഗ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയും അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനായിട്ട് ഡെയിലി 24/7 ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒറ്റയ്ക്ക് പഠിക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഈ അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എക്സാം എന്ന് പറയുന്നത് December 30th വരുന്നത്. അതിന് നമുക്കിനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 83 ഡേയ്സും കൂടെ നമുക്കിനി ബാക്കിയുള്ളൂ. സോ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ട് ടോപ്പിക്കുകൾ കവർ ചെയ്ത് റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, അത് എക്സിക്യൂട്ട് ചെയ്യണം, നമുക്ക് അതിനുള്ള ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് വേണം. സോ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലാണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സെയിം സിലബസിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോങ് ടേമിലാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 150 ഡേയ്സ് ബാച്ചിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ 2 പോസ്റ്റിനും സെയിം സിലബസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു ലോങ് ടേമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ആ ഒരു ബാച്ച് വേണേലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വറീസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ അഡ്മിഷൻസ് 8139518892 ആൻഡ് 9778152996. Okay, so that's the end of today's session. Thank you and all the best for your preparations.